ദുരഭിമാനം വെടിഞ്ഞ ആശാപ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് PC വിശ്വനാഥ്. പ്രധാന ആരോഗ്യ പദ്ധതികൾ താളം തെറ്റുകയാണെന്നും സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും വിശ്വനാഥ് നിയമസഭയിൽ പറഞ്ഞു. ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ PC വിശ്വനാഥ് നിയമസഭയിൽ വായിച്ചു. ഈ പകർച്ചവ്യാധി പ്രതിരോധമെല്ലാം പാളുകയാണ്. സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് ആശാമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ തയ്യാറാകണം സാർ. ആശാപ്രവർത്തകരുടെ അഭാവം പ്രോഗ്രാമുകളുടെ താളം തെറ്റുന്നതിന് കാരണമാകുന്നുണ്ട് സാർ. അമൽ തെനാമ്പറമ്പിലുണ്ട് നിയമസഭയിൽ നിന്ന് വിവരങ്ങളുമായി. അമൽ, അടിയന്തര പ്രമേയത്തിലെ വിഷയം പ്രധാനമായിട്ടും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ചികിത്സാ പിഴവ്, പ്രത്യേകിച്ച് കോഴിക്കോട് സംഭവിച്ചിട്ടുള്ള പിഴവായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും PC വിശ്വനാഥ് സംസാരിച്ചത്. എന്തായിരുന്നു മറുപടി? സഭ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചത്? സംസ്ഥാനത്തെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു PC വിശ്വനാഥ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ച സംഭവവും സംസ്ഥാനത്തെ സർക്കാർ മേഖലയിൽ മരുന്ന് ക്ഷാമവും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു PC വിശ്വനാഥിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിൻ്റെ അവതരണം. ആ സമയത്താണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖല നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി ആശാവർക്കർമാരുടെ സമരം കൂടി മാറുന്നു എന്നൊരു വിഷയം പറഞ്ഞത്. പല പദ്ധതികൾ, കുട്ടികൾക്കായുള്ള പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഗർഭിണികൾക്കായുള്ള പദ്ധതികൾ, ശൈലി ആപ്പ് പോലെയുള്ള ആപ്പുകളിലൂടെയുള്ള വിവരശേഖരണം അടക്കമുള്ള പദ്ധതികൾ, ഇവയെല്ലാം നടത്തുന്നത് ആശാവർക്കർമാരാണ്. ആശാവർക്കർമാരുടെ സമരം നടക്കുന്നതിനാൽ തന്നെ ആ പദ്ധതികളെല്ലാം താളം തെറ്റുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് PC വിശ്വനാഥ് സഭയിൽ പറഞ്ഞത്. വെറും 400 പേർ മാത്രമാണ് സമരം ചെയ്യുന്നത് എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സംസ്ഥാനത്തുടനീളം ഈ പദ്ധതി പ്രതിസന്ധിയിലാകുന്നുണ്ട്, ആരോഗ്യ പദ്ധതികൾ പ്രതിസന്ധിയിലാകുന്നുണ്ട്. അതിനാൽ തന്നെ സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് ഇവരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ ഇടപെടണം എന്നൊരാവശ്യമാണ് PC വിശ്വനാഥ് ഉന്നയിച്ചത്. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളില്ല എന്നും നിലവിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച മാതൃകയാണ് സംസ്ഥാനത്ത് എന്നും വ്യക്തമാക്കി അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകേണ്ടതില്ല എന്നുള്ളതായിരുന്നു. ആരോഗ്യമന്ത്രി ഇന്ന് സഭയിലില്ല. മന്ത്രിക്ക് വേണ്ടി MP രാജേഷ് മറുപടി നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തി സംസാരിക്കുകയാണ്. എന്തായാലും നിയമസഭയിൽ ഒരിക്കൽ കൂടി ആശമാരുടെ വിഷയം ഉയർന്നിരിക്കുന്നു. ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് അടിയന്തര പ്രമേയമായി വന്നത്. ആ കൂട്ടത്തിലാണ് ഈ വിഷയം ഉയർന്നത്.